ഏറ്റുമാനൂരപ്പനോട് എന്താ പറയുക, അത്രമാത്രം എനിക്ക് പക്ഷെ എന്നും പോകണമെന്നൊന്നുമില്ല. പക്ഷെ ഞാൻ നിരന്തരമായിട്ട് എപ്പോഴും ഇങ്ങനെ സംസാരിക്കും. ഈ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു സംഭവം ഉണ്ടായി. ഇങ്ങനെ കല്യാണാലോചനകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ പൊതുവെ ഞങ്ങളുടെ ആൾക്കാർ അന്നത്തെ കുട്ടികളൊക്കെ ഈ ബാംഗ്ലൂർ IT ഫീൽഡിലൊക്കെയാണ് എല്ലാവരും. അപ്പം എനിക്ക് ഏറ്റുമാനൂരപ്പനെ വിട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ വിചാരം ഏറ്റുമാനൂരപ്പൻ ഈ അമ്പലത്തിലാണ് എന്നുള്ള ഇതിലാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അമ്പലത്തിൽ പോയിട്ട് ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു ഭഗവാനോട്. ഭഗവാനെ ഒത്തിരി ഇങ്ങനെ കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ട്, എല്ലാം ദൂരെയൊക്കെയാണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നീ എനിക്കിവിടെ കല്യാണം ആലോചിച്ചുകൊണ്ട് പോവാ. എൻ്റെ ആകെ ഒരു വിഷമം എനിക്ക് ഏറ്റുമാനൂരപ്പനെ വിട്ടു പോവുക എന്നുള്ളത് മാത്രമാണ്. തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് രാത്രി ഒറ്റയ്ക്കാണ് കിടന്നത്. ഞാൻ ഏറ്റുമാനൂരപ്പൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നെഞ്ചിൽ വെച്ചിട്ട് അതും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. ഉറങ്ങാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇവിടുന്ന് ഒരു മിന്നാമിനിങ്ങ് പറന്ന് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് നീ ആണെങ്കിൽ എൻ്റെ മേത്ത് വന്നിരിക്കണം. അതെവിടെയോ വന്ന് കട്ടിൽക്കാലിൽ ഇരുന്നിട്ട് പോയി. ഞാനാണെങ്കിൽ കരച്ചിൽ.